വിഷ്ണു ചേട്ടനെ വേദിയിലോട്ട് ക്ഷണിക്കാം. എന്നിട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹം പറഞ്ഞു തരുന്നതായിരിക്കും. സോ വിഷ്ണു ചേട്ടാ, പ്ലീസ് കം. വിഷ്ണു ചേട്ടാ, അപ്പൊ നമുക്ക് തുടങ്ങുകയല്ലേ? ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ ടീമിൻ്റെയും പേരിലുള്ള നന്ദി ആദ്യം അറിയിക്കുന്നു. വർഷ പറഞ്ഞ പോലെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം കൊച്ചി, തിരുവനന്തപുരം എന്നുള്ള സിറ്റികളിലൊക്കെ നടക്കുമ്പോൾ ആണ് നമ്മൾ കൊല്ലത്ത് ഇങ്ങനെ ഒരു പരിപാടി വെക്കാൻ തീരുമാനിച്ചത്. അത് ഞാൻ യാദൃശ്ചികമായിട്ട് ഇതിനു മുമ്പൊരു ഇവിടെ പ്രോഗ്രാംസ് ഈ ആശ്രമം ഗ്രൗണ്ടിൽ നടക്കുന്ന സമയത്ത് ഇവിടെ വന്നത് കാണുകയുണ്ടായി. ആ സമയത്ത് ഇവിടെ ഒരു പരിപാടി നടന്നു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് നിറച്ച് ആളുകളും ഒരു ആഘോഷം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അറ്റ്മോസ്ഫിയറിലേക്ക് വന്നിങ്ങനെ ഒരു പരിപാടി നടത്താമെന്ന് തീരുമാനിച്ചത്. മേപ്പടിയാന് ശേഷം എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. എല്ലാവർക്കും പൊതുവെ പറയാറുണ്ട് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ സിനിമ ആദ്യത്തെ സിനിമയെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ചും എനിക്ക് വളരെ എക്സൈറ്റ്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ എനിക്ക് പറയാൻ ഇഷ്ടമുള്ളൊരു കഥയും അല്ലെങ്കിൽ അത്തരത്തിലൊരു സിനിമയാണ് കഥ എന്നിവരിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. അതിന് ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന താരങ്ങൾ ഈ സിനിമയിലുണ്ട്. ഒരു പ്യുവർലി ലവ് സ്റ്റോറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കഥയും സിനിമയുമായിരിക്കും. ഇന്നിപ്പോൾ എന്നോടൊപ്പം തന്നെ നമ്മൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നിഖില വിമൽ, അനുശ്രീ, അനുമോഹൻ, പിന്നെ ആദ്യമായി നമ്മൾ സിനിമയിലേക്ക് ഓൺ സ്ക്രീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന പ്രിയപ്പെട്ട നർത്തകി ശ്രീ മേതിൽ ദേവിക, എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളുടെ സിനിമയിലെ നായകൻ ശ്രീ ബിജു മേനോൻ, അദ്ദേഹം ഒരു തമിഴ് സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കിൽ ചെന്നൈയിൽ പെട്ടുപോയതുകൊണ്ടാണ് എത്താൻ സാധിക്കാതിരുന്നത്. ബാക്കി നമ്മുടെ ഹക്കീം ഷാജഹാൻ ഇതിനകത്തൊരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. ഹക്കീമും ദുബായിൽ ഒരു അവാർഡ് ഫംഗ്ഷനായിട്ട് പോയതാണ്. ബാക്കി എല്ലാ താരങ്ങളും നമ്മളോട് ഈ സിനിമയിലുള്ളവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് 20-ാം തീയതി ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുകയാണ്. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. നന്ദി. താങ്ക് യു ചേട്ടാ. അപ്പം ഇന്നത്തെ ഡേറ്റ് എന്താണെന്ന് അറിയോ? ഇന്നത്തെ ഡേറ്റ് എത്രയാ? 17 അല്ലേ? അപ്പൊ 17 കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് നമ്മുടെ സിനിമ റിലീസ് ആവുന്നത്, സെപ്റ്റംബർ 20-ാം തീയതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഓരോരുത്തരായിട്ട് വേദിയിലോട്ട് വിളിക്കുകയല്ലേ? ബിജു ചേട്ടൻ വന്നിട്ടില്ല, ഒരു തമിഴ് സിനിമയുടെ ഭാഗമായിട്ട് ചെന്നൈയിലാണ്. അപ്പം അദ്ദേഹം വന്നിട്ടില്ല. ഇനി നമ്മൾ വിളിക്കാൻ പോണത്, അതായത് ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ആക്ച്വലി വിഷ്ണു ചേട്ടൻ എൻ്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 17 വയസ്സ് മുതൽ സിനിമയിൽ അവസരങ്ങൾ വന്നുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ സിനിമയല്ല, എൻ്റെ ആർട്ട് എന്ന് പറയുന്നത് നൃത്തമാണ് എന്ന് പറഞ്ഞ് എല്ലാ അവസരങ്ങളും മാറ്റി നിർത്തിയ ഒരു വ്യക്തിയാണ് വിഷ്ണു ചേട്ടൻ. ഏകദേശം എത്ര കൊല്ലം? 1 വർഷമാണോ അടുത്തത്? ഒരു വർഷം കൺവിൻസ് ചെയ്തിട്ടാണ്. അപ്പോഴും കൺവിൻസ് ആയിട്ടില്ല എന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പം മേതിൽ ദേവിക ചേച്ചിനെ ഞാൻ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. അതിന് മുന്നേ ആയിട്ട് എനിക്ക് കുറച്ച് അച്ചീവ്മെന്റ്സ് പറയണമെന്നുണ്ട്, കാരണം ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് തപ്പിയെടുത്ത കാര്യങ്ങളാണ്. ദക്ഷിണാമൂർത്തി പുരസ്കാരം നേടിയിട്ടുള്ള 2 നാഷണൽ അവാർഡ്, ഉസ്താദ് ബിസ്മില്ല യുവ പുരസ്കാരവും ദേവദാസി അവാർഡും ക്ഷേത്രകല അക്കാദമി അവാർഡും നേടിയിട്ടുള്ള ദ വെരി ഫേമസ് ഡാൻസർ മേതിൽ ദേവികയാണ് നമ്മുടെ കൂടെ വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം മേതിൽ ദേവിക. ചേച്ചി നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനാണ്. എല്ലാവരെയും കാണാൻ വേണ്ടി കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് എന്തൊക്കെയാണ് സിനിമയെ പറ്റി പറയാനുള്ളത്? ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഞാൻ ഇതേ ഗ്രൗണ്ടിൽ പലതവണ ഡാൻസ് കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു റോളിൽ വന്ന് നിൽക്കുന്ന ആദ്യമായിട്ടാണ്. അതിന് വളരെ സന്തോഷം. വിഷ്ണു മോഹൻ എന്നെ ഈ ഒരു സിനിമയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് ഞാൻ വളരെ അതിൽ ഞാൻ വളരെ ഒരു പ്രിവിലേജ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിലിപ്പോൾ ഡാൻസിൻ്റെ ഒന്നുമില്ല, ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അത് ചെയ്യാൻ സാധിച്ചതിൽ ഒരു വലിയൊരു ഭാഗ്യം. എല്ലാവരും സെപ്റ്റംബർ 20-ാം തീയതി തീർച്ചയായും പോയി കാണും. താങ്ക് യു.
താങ്ക് യു ചേച്ചി. ദേവിക ചേച്ചിക്ക് നല്ലൊരു കൈയുടെ എല്ലാവരും കൊടുത്ത് നല്ല ഒച്ചത്തിൽ നല്ല ശബ്ദത്തിൽ താങ്ക് യു. ഇനി ഞാൻ വേദിയിലോട്ട് വിളിക്കാൻ പോണത് അനുശ്രീ ചേച്ചീനെയാണ്. 2012 മുതൽ ഡയമണ്ട് നെക്ലേസിലൂടെ നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് തന്നിട്ടുള്ള ആദ്യത്തെ സിനിമയിൽ തന്നെ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഡയലോഗ് പറഞ്ഞിട്ടുള്ള അനുശ്രീയെ ഞാൻ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം അനുശ്രീ. നല്ലൊരു കൈയുടെ എല്ലാവരും അനുശ്രീക്ക് കൊടുക്കുക. ചേച്ചി വെൽക്കം. സ്വന്തം സ്ഥലമാണല്ലോ, അപ്പം എന്താ പറയാ, നമ്മുടെ നാട്ടിൽ തന്നെ വന്നിട്ട് പുതിയ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യുക, നാട്ടുകാരെ കാണാൻ സംസാരിക്കുക. നിങ്ങൾ നാട്ടുകാരിയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഭയങ്കര സപ്പോർട്ട് കൊടുക്കണം അനുശ്രീ ചേച്ചിക്ക്, നമ്മുടെ സിനിമയ്ക്കും. ചേച്ചിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് സ്വന്തം നാട്ടുകാരോട്? എല്ലാവർക്കും നമസ്കാരം, ഹാപ്പി ഓണം. ഒത്തിരി സന്തോഷമുണ്ട്, കാരണം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം എൻ്റെ സ്വന്തം നാട്ടിൽ എൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പറയാൻ വരുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ്. സോ അതിലൊരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു നിങ്ങളുടെ മുമ്പിലൊക്കെ വന്നിട്ട് ഞങ്ങളുടെ പുതിയ വിശേഷം പറയുന്നതിൽ. അപ്പോൾ ആരും മറക്കാണ്ട് 2 ദിവസം കഴിയുമ്പോൾ സെപ്റ്റംബർ 20 ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രമായ കഥ ഇന്ന് വരെ റിലീസാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഈ എൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതുപോലെ 2012 തുടങ്ങിയ ജേണിയാണ്. അത് ഇത്രയും വരെ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഈ ഒരു ടീമിനോടൊപ്പം എന്തായാലും 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. ഇനി നമുക്കൊരു ചേച്ചീനെ കൂടി വിളിക്കണ്ടേ? ആ ചേച്ചി ആരാണ്? നിങ്ങൾ തന്നെ പറയൂ, ആരാടാ? നിഖില ചേച്ചി 2009 ഭാഗ്യദേവത എന്ന് പറഞ്ഞ സിനിമയിലെ ചൈൽഡ് ആർട്ടിസ്റ്റായി വന്ന് 2015 മുതൽ പിന്നെ എന്താ പറയാ, ഇങ്ങനെ പുട്ടിന് തേങ്ങയിട്ട പോലെ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും, അതുപോലെ ഇഷ്ടം പോലെ സിനിമകൾ ചെയ്ത് മലയാളികളുടെ മനസ്സിലും തമിഴന്മാരുടെ മനസ്സിലും എല്ലാ ഭാഷയിലും തമിഴ്, തെലുഗു, കന്നഡയിലൊക്കെ അഭിനയിച്ച് നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു ആക്ട്രസ് ആയി മാറിയിട്ടുള്ള നിഖില വിമലിനെ ഭയങ്കര സ്നേഹത്തോടു കൂടി ഞാൻ ഈ വേദിയിലോട്ട് വിളിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം നിഖില വിമൽ. നല്ലൊരു കൈയ്യടി കൊടുക്കാം നമുക്ക് നിഖിലയ്ക്ക്. ഹായ് നിഖില. ഹലോ, ഹായ്. നമ്മൾ ഇന്ന് ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ പോവാണ് കൊല്ലത്ത് വന്നിട്ട്. അതെ, നമസ്കാരം. ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് കൊല്ലത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുന്നത്. അതും ഇവിടെ ആശ്രമം മൈതാനത്താണ്. ഞാൻ സംസ്ഥാന കലോത്സവത്തിൻ്റെ മുഖ്യാതിഥിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലത്ത് വരുന്നത്, ഇനിയും ഒരുപാട് പരിപാടികൾക്ക് വരാൻ സാധിക്കട്ടെ എന്ന്. അതാകാൻ പറ്റിയ പോലെയാണ്. ഞാനിപ്പോൾ എല്ലാ മാസവും കൊല്ലം ജില്ലയിൽ ഒരു പരിപാടിക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിലും, ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിലും. കാരണം യൂഷ്വലി ഇവിടെ ഇങ്ങനെ സിനിമ സംബന്ധമായിട്ടുള്ള പരിപാടികളൊന്നും നടക്കാത്തൊരു സ്ഥലമാണ് കൊല്ലം. പക്ഷെ ഇവിടെയും ഒരുപാട് കലാകാരന്മാരുണ്ട്. അത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ ഞങ്ങളുടെ സിനിമയുടെ ട്രെയിലർ കാണിച്ച് തുടങ്ങാം എന്നുള്ളത് ഇതൊരു ഐശ്വര്യമായി തുടങ്ങട്ടെ. ഇനി ഒരുപാട് ആൾക്കാർ ഇതുപോലെ സിനിമയുടെ ട്രെയിലറും പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ സിനിമ സെപ്റ്റംബർ 20 റിലീസാവുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ അത് പറയാനും ഞങ്ങളുടെ ട്രെയിലർ കാണിക്കാനും കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സോ കാണാം. താങ്ക് യു. അപ്പോൾ നിഖില പറഞ്ഞ പോലെ ഇനി ഒരുപാട് സിനിമ പ്രോഗ്രാംസ് നമ്മുടെ ഈ നാട്ടിൽ നടക്കട്ടെ. ഇനി അടുത്തതായിട്ട് ഞാൻ വിളിക്കാൻ പോണത് നിങ്ങളുടെ നാട്ടുകാരനെ തന്നെയാണ്. കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ പേരക്കുട്ടിയായിട്ട് കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് മലയാള സിനിമയിൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, മനസ്സിൽ നിൽക്കുന്ന ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള അനു മോഹനെ ഞാൻ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. നല്ലൊരു കയ്യടിയോട് കൂടി നമുക്ക് അനു മോഹനെ വേദിയിലോട്ട് വിളിക്കാം. ഹായ് ചേട്ടാ. ഞാൻ സ്ക്രിപ്റ്റ് നോക്കുന്നതിന്റെ ഇടയിൽ ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധ വിട്ടുപോയി, അതാണ്. എല്ലാവർക്കും നമസ്കാരം. അനുശ്രീ പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഈ ആശ്രമ മൈതാനത്ത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കൂട്ടുകാരന്മാരുടെ കൂടെയും വീട്ടുകാരുടെ കൂടെയൊക്കെ ഓടിക്കളിച്ച് നടന്ന ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ ആലോചിക്കാറുണ്ട്, നമ്മുടെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നില്ലല്ലോ,
അപ്പം അതിനൊക്കെ ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ അപ്പോൾ നമ്മൾ ഒരുപാട് നാട്ടുകാർ അണിനിരക്കുന്ന ഒരു സിനിമയാണ്, കൊല്ലംകാരുടെ സിനിമയാണിത്. അപ്പോൾ ഈ കഥ ഇന്നുവരെ സെപ്റ്റംബർ 20 തിയേറ്ററിൽ എത്തുകയാണ്. ഒരുപാട് കലാകാരന്മാർ, എൻ്റെ അപ്പൂപ്പൻ ഉൾപ്പെടെ ഒരുപാട് പ്രഗത്ഭരായ കലാകാരന്മാർ തുറന്നു വീണ മണ്ണാണ്. അവിടെ നിന്ന് ഉണ്ടാകുന്ന ഒരു സിനിമയാണ്. ആ കഥ ഇന്നുവരെ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. സെപ്റ്റംബർ 20 മറക്കാതെ കാണുക, അഭിപ്രായം അറിയിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പം നമ്മുടെ 4 താരങ്ങൾ ഇവിടെ ഉണ്ട്. ബിജുവേട്ടൻ വന്നിട്ടില്ല, സിനിമയുടെ തിരക്കായതുകൊണ്ട്. പിന്നെ ഹക്കീമും വന്നിട്ടില്ല. ഹക്കീം ദുബായിലാണ്, ഒരു അവാർഡിന് വേണ്ടി പോയതാണ്. അപ്പം നമ്മുടെ ആക്ടേഴ്സിന്റെ ഭാഗം കഴിഞ്ഞാൽ ഞാൻ ഓഡിയൻസിന്റെ അടുത്താ ചോദിക്കുന്നത്, അതായത് ഒരു സിനിമയിൽ ആക്ടേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം എന്തായിരിക്കും? അഭിനയം കഴിഞ്ഞു, വേറെ എന്താ സിനിമ നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളത്? ആ ചേച്ചി പറഞ്ഞ കറക്റ്റ് ആണ്. എന്താ ചേച്ചി? പാട്ട്. യെസ്, പാട്ട്. അതായത് ഒരു സിനിമയിൽ പാട്ടില്ലാണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ ഏത് നേരവും ഏറ്റവും കൂടുതൽ വെറുതെ ഇരിക്കുമ്പോഴാവട്ടെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയാ തിരക്കിലോ ബുദ്ധിമുട്ടിലൊക്കെ നമ്മളെല്ലാവരും പാട്ട് കേൾക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് പാട്ടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരല്ലേ? അല്ലേ? ഭയങ്കര ഇഷ്ടമല്ലേ? അങ്ങനെയാണെങ്കിൽ കഥ ഇന്നുവരെ എന്ന് പറഞ്ഞ സിനിമയിലെ മിന്നും താരങ്ങൾ എന്ന് പറഞ്ഞ സോങ് റിലീസ് ആയിട്ടുണ്ട്. ലിറിക്കൽ സോങ് ആണ്, വീഡിയോ പുറത്തു വിട്ടിട്ടില്ല. അപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇറങ്ങിയിട്ടുള്ള ഭയങ്കര ശബ്ദമുള്ള മുഴക്കമുള്ള പാട്ടുകൾക്കിടയിൽ ഈ ഒരു പാട്ട് ഇറങ്ങിയപ്പം കമന്റ് ബോക്സ് മൊത്തം ഭയങ്കര പോസിറ്റീവാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ ആശ്വാസം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സോ അങ്ങനെ ഒരു പാട്ട് നമുക്ക് നൽകിയിട്ടുള്ള അശ്വിനെ ഞാൻ വേദിയിലോട്ട് വിളിക്കുകയാണ്. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അശ്വിൻ ആര്യൻ. ഈ സിനിമയിലെ പാട്ട് ഭയങ്കര രഹസ്യമായി വെച്ചിരിക്കുകയാണ്. എന്ത് പറ്റി? എപ്പോഴാണ് നമുക്കത് കാണാൻ പറ്റുക? സിനിമ ഇറങ്ങിയതിനു ശേഷമേ പറ്റുള്ളൂ? അത് വിഷ്ണുവിൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് സിനിമ റിലീസ് കഴിഞ്ഞിട്ടേ ഈ പാട്ട് റിലീസ് ചെയ്യുള്ളൂ എന്നാണ്. എന്തായാലും കഥ ഇന്നുവരെ എന്നുള്ള ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. വിഷ്ണുവിൻ്റെ 2ാമത്തെ പടമാണ്, അശ്വിൻ്റെ ആദ്യത്തെ പടമാണ്, ദേവി ചേച്ചീൻ്റെ ആദ്യത്തെ പടമാണ്. ഇങ്ങനത്തെ ഒരു വലിയ പ്രോജക്റ്റിൻ്റെ ചെറിയൊരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഓക്കെ, താങ്ക് യു. ഇനി ഞാൻ പതുക്കെ നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിലോട്ട് പോവാണ്. നമ്മുടെ ഹാരിസ് ദേശം ചേട്ടൻ ആക്ച്വലി അവിടെ ഇരുന്ന് എന്നെ വിളിക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ചേട്ടനെ ആദ്യം വിളിച്ചു പോയി. ചേട്ടൻ ഞാൻ വിളിക്കാം, ഓരോരുത്തരായിട്ട് വിളിക്കുന്നുണ്ട്. നമുക്ക് സംസാരിക്കണ്ടേ? രണ്ടുപേരും ഒപ്പം വരുള്ളൂ എന്നാണ് പറയണത്. അപ്പൊ നമുക്ക് എന്നാ രണ്ടുപേരും വരൂ. ഹാരിസ് ദേശം ആൻഡ് അനീഷ് PB, രണ്ടുപേർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം. ഇവർ രണ്ടുപേരും താങ്ക് യു. ഇവര് ശരിക്കും ഭയങ്കര രസമാട്ടോ. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോ എല്ലാവരും ഭയങ്കര വില്ലന്മാരെ ലുക്കൊക്കെ വരും. എന്നിട്ട് പിന്നെ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഇല്ല നിങ്ങൾ സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഹാരിസ് ചേട്ടൻ പറഞ്ഞു തുടങ്ങിക്കോളൂ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിങ്ങനെ സ്റ്റേജിലൊന്നും കയറിയും ഒന്നും പരിചയമില്ല, അതുകൊണ്ടാണ്. ഞങ്ങളുടെ 5ാമത്തെ സിനിമയാണ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ലാസ്റ്റ് റിലീസായ സിനിമ വാഴ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അത് ഞങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ വിഷ്ണുവിൻ്റെ മേപ്പടിയാണെന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ലൈൻ പ്രൊഡ്യൂസർ ആയിരുന്നു. അന്ന് മുതലുള്ള പരിചയമാണ്. അപ്പോൾ ഞങ്ങൾ ഇമാജിൻ സിനിമാസിൻ്റെ 5th പ്രൊഡക്ഷൻ വെഞ്ചറാണ്. അപ്പോൾ ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഞങ്ങളുടെ സിനിമ എല്ലാവരും ഏറ്റെടുക്കണം. താങ്ക് യു. താങ്ക് യു ചേട്ടാ. അനീഷ് ചേട്ടൻ സംസാരിക്കുന്നുണ്ടോ? ഓക്കെ. എൻ്റെ അച്ഛൻ്റെ പേരും രമേശ് എന്നാണ്. ഞാൻ വർഷ രമേശ് എന്നാണ് എൻ്റെ ഫുൾ നെയിം. കൂട്ടിയിരിക്കണു. എല്ലാവർക്കും നമസ്കാരം. എനിക്കിവിടെ നിൽക്കുമ്പോൾ ഒരു പുതുമയും തോന്നുന്നില്ല. കാരണം 1975-76 കാലഘട്ടം മുതൽ ഞാൻ ഇവിടെ ഈ മൈതാനത്തിൻ്റെ പല വേദികളിലായിട്ട് നാടകം കളിച്ചിട്ടുള്ള ആളാണ്. പീരങ്കി മൈതാനത്ത് മാസങ്ങളോളം ക്യാമ്പ് ചെയ്ത് കലാനിലയത്തിൻ്റെ നാടകം കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെയുള്ള ഈ പരിസരത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വർഷങ്ങളോളം ഒരു 49-50 വർഷമായിട്ട് നാടകം കളിച്ച ആളാണ്. അപ്പം ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വേദിയിൽ വരുന്നത്. അത് വളരെയധികം സന്തോഷം ജനിപ്പിക്കുന്ന ഒന്നാണ്. എൻ്റെ ഇത്രയും കാലത്തെ കലാജീവിതത്തിൽ ഉണ്ടായ ഒരു സമ്മാനം കൂടിയായിട്ട് ഞാനിതിനെ കരുതുന്നു. പിന്നെ ഈ സിനിമയിൽ ഞാനും ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്, ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് മറ്റൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല. ഇതിലെ
വിഷ്ണുമോഹൻ എന്ന് പറയുന്ന ആ ഡയറക്ടറുടെ ആത്മാർത്ഥമായ കലയോടുള്ള സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൽ ഞാനും വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ സിനിമ ഭദ്രമാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സിനിമയോട് ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇതൊരു നല്ല സിനിമയായിരിക്കും. ഒരു 100 കൊല്ലം കഴിഞ്ഞാലും ഇതിൻ്റെ പുതുമ നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ ടൈറ്റിൽ അതാണ്. 100 കൊല്ലം കഴിഞ്ഞിട്ടും നിങ്ങൾ ഈ സിനിമയുടെ ടൈറ്റിൽ പറയുകയാണെങ്കിൽ കഥ ഇന്നുവരെ, അന്നും പറയും കഥ ഇന്നുവരെ. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ എന്നും അനശ്വരമായ ഒരു ടൈറ്റിലാണ്. അതുപോലെ തന്നെ ഈ സിനിമയും ഒരു അനശ്വരമായ സിനിമയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളെല്ലാവരും ഈ സിനിമ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഇനി നമസ്കാരനാണെന്ന് എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞായിരുന്നു. കൃഷിയുടെ കാര്യം പറയാനല്ല വന്നത്, കഥ ഇന്നുവരെ എന്ന നമ്മുടെ പുതിയ പടത്തിൻ്റെ കാര്യം പറയാൻ വന്നതാണ്. എന്തായാലും ഒരു കാര്യമുണ്ട്, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന ഒരു പ്രാസമുണ്ട്. അത് അനശ്വരമാക്കിക്കൊണ്ട് കഥ ഇന്നുവരെ ഇവിടെ തുടങ്ങുമ്പോൾ കൊല്ലംകാർ ഈ പടത്തെ ഉപേക്ഷിക്കില്ല. അതുപോലെ കേരള ജനത ഇതിനെ ഇരുകൈ നീട്ടി സ്വീകരിക്കും എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. തീർച്ചയായും ഈ പടം രമേശേട്ടൻ പറഞ്ഞ പോലെ വിഷ്ണുവായിട്ട് മേപ്പടിയാന് ശേഷം വർക്ക് ചെയ്യാൻ സാധിച്ച ഒരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. തീർച്ചയായും ഇതൊരു വൻ ഹിറ്റാവട്ടെ. അതിന് നിങ്ങളുടെ എല്ലാം ബ്ലെസ്സിങ്സ് ആണ് ആവശ്യം. തീർച്ചയായും അത് 20-ാം തീയതി റിലീസാകുമ്പോൾ തന്നെ നിങ്ങൾ തിയേറ്ററിൽ പോയി ഈ പടത്തെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. താങ്ക് യു ചേട്ടാ. രമേശ് ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു 10-16 പ്രാവശ്യം ഞാൻ കൊല്ലത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 കൊല്ലങ്ങൾക്ക് മുമ്പേ ഞാൻ ഒറ്റയ്ക്ക് 4 കഥാപാത്രം ചെയ്യുന്ന ഒരു സോളോ പെർഫോമൻസ് ഉണ്ട്. അതിൻ്റെ പേര് ചക്രപ്പന്തൽ എന്നാണ്. അതുമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കഴിച്ച ജില്ല ഇതാണ്. 16 തവണ വന്നിട്ടുണ്ട്. ഈ സിനിമ എന്ന് പറയുന്നത് മേപ്പടിയാൻ സിനിമ കണ്ടപ്പം നമ്മുടെ വിഷ്ണു മോഹൻ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ എന്നെങ്കിലും പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമായൊരു സിനിമയാണത്. ഈ സിനിമയിൽ വർക്ക് ചെയ്തപ്പോഴും ഞാനത് കൃത്യമായിട്ട് മനസ്സിലാക്കി. അപ്പം അത് സാധിച്ചു. വലിയ കാര്യമായി കാണുന്നു. പ്രണയമാണ് സബ്ജക്റ്റ്. കേട്ടെടുത്തോളം പല സിനിമകളും പലതും ഹിറ്റാണ്. പക്ഷെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനൊന്നും ഉണ്ടാവില്ല, അവിടെ തന്നെ തീരും. ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. കഥ കുറേ ഞാൻ കേട്ടതാണ്. അപ്പം അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണണം. ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. നിങ്ങൾ എല്ലാവരും മനസ്സ് വെച്ചാലേ പുതിയ പുതിയ സിനിമകൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ള ഊർജവും അതിൻ്റെ സ്രോതസ്സും ഉണ്ടാവുകയുള്ളൂ. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക, വിജയിപ്പിക്കുക. ഓക്കെ, താങ്ക് യു ചേട്ടാ. അടുത്തതായിട്ട് എന്നോ അപ്പോൾ ഞാൻ എനിക്ക് ചേരുന്ന കുറേ പാട്ടുകൾ നോക്കി കിട്ടിയില്ല. അവസാനം ഞാൻ കേട്ടതും എൻ്റെ കാവാല സാറിൻ്റെ സുഹൃത്തും ഒക്കെ കൊണ്ട് ഞാനൊരു പാട്ടുണ്ടാക്കി. ആ പാട്ട് ഈ സിനിമയിൽ 1 മിനിറ്റ് 23 സെക്കൻഡ് ഉണ്ട്. അത് ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ പാടി, ഞാൻ തന്നെ അഭിനയിച്ചു. നന്ദി. അപ്പോൾ അങ്ങനൊരു വലിയ അവസരം ആക്ട് ചെയ്തോ കൊണ്ടിരിക്കുന്ന, പിന്നെ വലിയൊരു സന്തോഷ സമയമാണ്. ഞാൻ ഓണത്തിന് ഇറങ്ങിയ 2 സിനിമകൾ, കിഷ്കിന്ദ കാരണം മേയറും, അതിൽ 2 സിനിമയിൽ ഞാൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് 2 സൂപ്പർ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് മെഗാ ഹിറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും അത് തരണം. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഇനി അടുത്തതായിട്ട് ഹരി പത്തനാപുരം ചേട്ടനെയാണ്. ലെറ്റ്സ് വെൽക്കം ഹരി പത്തനാപുരം. നല്ലൊരു കൈഡി നമുക്ക് കൊടുക്കാം. നമസ്കാരം. കൊല്ലംകാര് പൊതുവെ പിശുക്കരാണെന്ന് പുറത്തുള്ള ആളുകൾക്ക് ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് നല്ല കൈയടി ആ പിശുക്ക് മാറ്റി വെച്ചൊന്ന് കൊടുത്ത് അടിപൊളിയായിട്ട് കൈയടി എല്ലാവരും. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. അതിന് കാരണം അനുശ്രീയാണ്. ഇന്നലെ അനുശ്രീയുടെ വീട്ടിൽ ഒരു ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാ മത്സരങ്ങളിലും ഞാനാണ് 1ാം സമ്മാനം നേടിയത്. അപ്പോൾ അതിനുള്ള ബഹളത്തിനിടയിൽ സൗണ്ട് നഷ്ടപ്പെട്ടതാണ്. എന്തായാലും ഒരു നല്ല സിനിമയാണ്. ഇതിൽ പ്രണയിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവൊക്കെ. ഞാൻ കോട്ടയം രമേശ് എന്തെങ്കിലും പ്രതീക്ഷിച്ചു. അപ്പൊ നമ്മുടെ എല്ലാം ഉള്ളിലൊരു പ്രണയമുണ്ട്. അത് പലതരത്തിലായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയ കഥകൾ കേൾക്കുന്ന ഒരാളാണ്. കാരണം പ്രണയിച്ചിട്ടുള്ള ഒരാളല്ലോ പലപ്പോഴും പൊരുത്തും നോക്കലുകൾക്കും
അത്തരം കാര്യങ്ങൾക്കും വരുന്നത്. അപ്പൊ ഈ സിനിമ എന്ന് പറയുന്നത് ഏറ്റവും വ്യത്യസ്തമായ, നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത, ഒരുപക്ഷെ നമ്മുടെ ജീവിത പന്താവിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ പ്രണയത്തിന്റെ കഥ പറയുന്ന ഒരു ചിത്രമാണ്. വിഷ്ണു നമ്മുടെ സമീപ ജില്ലക്കാരനാണ്, അടൂരാണ് വീട്. അദ്ദേഹം ഗോഡ് ഫാദർമാരില്ലാതെ സിനിമയിൽ വളർന്നു വന്ന ഒരാളാണ്. വളരെ സാധാരണ നിലയിൽ സ്വന്തം കഷ്ടപ്പാടുകൾ കൊണ്ട് പച്ചയായ ജീവിതങ്ങളെ അടുത്തറിഞ്ഞുകൊണ്ട് കടന്നു വന്ന ഒരാളാണ് വിഷ്ണുമോഹൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ തന്നെയും മേപ്പടിയാനാണെങ്കിലും ഇപ്പൊ ഈ സിനിമയിലാണെങ്കിലും പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഈ സിനിമയിലുള്ളത്. നല്ല പ്രണയ കഥയായിരിക്കും. തീർച്ചയായും നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണണം. ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ കൊടുക്കേണ്ടത് നമ്മൾ കൊല്ലംകാരാണ്. കാരണം ഇത് കൊല്ലത്ത് വെച്ച് നടത്തി. പോയി കാണില്ലേ? അപ്പൊ തിയേറ്ററിൽ പോയി എല്ലാവരും സിനിമ കാണണം. നേരത്തെ എന്റെ പേരാരോ പറഞ്ഞു, അപ്പൊ കോട്ടയം രമേശേട്ടൻ പറഞ്ഞു ഞാൻ പൈസ കൊടുത്താരെയോ നിർത്തിച്ച് പറയിച്ച ആളത് അല്ലല്ലോ. ആ പറഞ്ഞ ഒരു ബിരിയാണി ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. നല്ലൊരു സിനിമയാണ്. മേരൽ ദേവിക മാമൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ, ഞങ്ങൾ ആദ്യമായിട്ട് ഷൂട്ടിങ്ങിനിടയിലാണ് കാണുന്നത്. ഇത്രയും പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ഇടപെടുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മളോടൊക്കെ വളരെ കരുതലോടുകൂടി ഇടപെടുന്ന ആൾ. എല്ലാവരും അങ്ങനെ തന്നെയാണ്, കൃഷ്ണപ്രസാദ് അടക്കമുള്ള ആളുകൾ. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഈ സിനിമ ഒരു വലിയ വിജയമാക്കി മാറ്റുക. നന്ദി കൊല്ലം. താങ്ക് യു ചേട്ടാ. ഹരിച്ചേട്ടൻ ഭയങ്കര ഫുൾ ഓഫ് എനർജിയാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. ഇനി നമുക്ക് നമ്മുടെ സിനിമയിൽ ഒരു ഡെബ്യൂ സിംഗർ ഉണ്ട്, വാത്തിക ശങ്കർ. സോ വാത്തികയെ ഞാൻ വിളിക്കുകയാണ്. ഇവിടെ നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. കാരണം കുട്ടി ആദ്യമായിട്ട് പാടുന്ന സിനിമയാണ് കഥ ഇന്ന് വരെ. അപ്പൊ എല്ലാവിധ സപ്പോർട്ടും കൊടുക്കണം. ഒരു സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രീ റിലീസ് കണ്ടന്റാണ് ട്രെയിലർ എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ നമ്മളത് ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാൽ തിയേറ്ററിൽ എത്തുന്ന സിനിമയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ട്രെയിലർ എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുക. താങ്ക് യു.